പ്രിയപ്പെട്ട നായർ സമുദായാംഗങ്ങളെ, ഇത് ഗ്ലോബൽ നായർ സേവാ സമാജത്തിൻ്റെ വെബ്സൈറ്റാണ്. ഇതിൽ ഗ്ലോബൽ നായർ സേവാ സമാജത്തിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. The Global Nair Seva Samaj is an umbrella organization created for the upliftment, networking and welfare of the Nair community in India and around the world. Realizing the need for having a global organization for Nairs to network and work together for the upliftment of the community, a new organization by name Global Nair Seva Samaj was founded on October 17, 2011. Global Nair Seva Samajത്തിന്റെ അഫിലിയേറ്റ് ആയിട്ടാണ് തമിഴ്നാട് GNSS 2012 ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത്. GNSS തമിഴ്നാടിനു വേണ്ടി ശ്രീ NR പണിക്കർ ഒപ്പിട്ട ഈ കത്തിലെ പ്രസക്ത ഭാഗം ശ്രദ്ധിക്കുക. തമിഴ്നാട് GNSSൽ ചേരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നായർ സമുദായാംഗങ്ങൾക്ക് അയച്ച കത്താണ് ഇത്. ഗ്ലോബൽ NSSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും തമിഴ്നാട് GNSSൽ അംഗമാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ക്ഷണക്കത്തിലും സംഘടനയുടെ ഒരേ ഒരു ഉദ്ദേശ്യം നായന്മാരുടെ മാത്രം സാമൂഹിക സാമ്പത്തിക പുരോഗതി എന്ന് പ്രസ്താവിച്ചിരിക്കുന്നതായി കാണാം. അപ്രകാരം അവശത അനുഭവിക്കുന്ന നായർ സമുദായാംഗങ്ങൾക്ക് തമിഴ്നാട് GNSS സാമ്പത്തിക സഹായം നൽകുന്നു എന്ന് അറിയിക്കുന്നതിനായി 6/12/2014 അയച്ച കത്താണ് ഇത്. സാമ്പത്തിക സഹായത്തിന് അർഹരായവർ അവശത അനുഭവിക്കുന്ന നായർ സമുദായാംഗങ്ങൾ മാത്രമാണ് എന്ന കത്തിൽ സ്പഷ്ടമായി എഴുതിയിരിക്കുന്നതും കാണാം. എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, തമിഴ്നാട് GNSS ഈ പാതയിൽ നിന്നും വ്യതിചലിച്ചിരിക്കുന്നു. തമിഴ്നാട് GNSSലെ സമ്പന്നരായ ചില അംഗങ്ങൾ ചേർന്ന് 23/9/2016 സ്വകാര്യ ഉടമസ്ഥതയിലുള്ള GNSS വെൽഫെയർ ട്രസ്റ്റ് എന്ന സ്ഥാപനം ഉണ്ടാക്കിയതിനു ശേഷം ചിത്രം പാടെ മാറി. സ്വകാര്യ ട്രസ്റ്റ് നിലവിൽ വന്നതിന് ശേഷം 25/11/2017 അംഗങ്ങളെയും അഫിലിയേറ്റഡ് അസോസിയേഷനുകളെയും അറിയിക്കുന്നതിനായി തമിഴ്നാട് GNSS ഭാരവാഹികൾ എഴുതിയ കത്താണ് ഇത്. ജാതി മത ഭാഷാ വ്യത്യാസമില്ലാതെ തമിഴ്നാട്ടിൽ അവശത അനുഭവിക്കുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും സാമ്പത്തിക സഹായം നൽകുമെന്ന നിലപാടിലേക്ക് തമിഴ്നാട് GNSSനെ ട്രസ്റ്റ് ഉടമസ്ഥന്മാർ വലിച്ചഴിച്ചതായി ഈ കത്തിൽ കാണാം. തമിഴ്നാട് GNSS എന്നാൽ വിരലിലെണ്ണാവുന്ന സമ്പന്നരായ ട്രസ്റ്റ് ഉടമസ്ഥന്മാർ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ ആകപ്പാടെ മാറി. 7/12/2018 സാമ്പത്തിക സഹായ അറിയിപ്പ് ഇവിടെ കൊടുക്കുന്നു. ജാതിയും മതവും നോക്കാതെ സാമ്പത്തിക സഹായം നൽകുമെന്ന് ഇതിലും അറിയിച്ചിരിക്കുന്നതായി കാണാം. തങ്ങളുടെ പൈതൃക സ്വത്തിൽ നിന്നോ അല്ലെങ്കിൽ സ്വന്തം സമ്പാദ്യത്തിൽ നിന്നോ GNSS പ്രൈവറ്റ് ട്രസ്റ്റ് ഉടമസ്ഥർ പണം ആർക്കു കൊടുത്താലും അത് ചോദ്യം ചെയ്യപ്പെടുകയില്ല. എന്നാൽ നായർ സമുദായ ക്ഷേമത്തിനെന്ന് വിശ്വസിപ്പിച്ച് നായന്മാരിൽ നിന്നും പിരിച്ച സംഭാവനകളിൽ നിന്നും ഇതിനും പുറമെ നായന്മാരുടെ പൊതുസ്വത്തായി GNSS തമിഴ്നാടിന്റെ പേരിൽ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്ന മൂലധനത്തിൽ നിന്നും പണമെടുത്ത് അത് നായർ ജാതി എന്തെന്നറിയാത്തവരോ ജാതി വ്യവസ്ഥയെ ഉൾക്കൊള്ളാനാകാത്തവരോ ജാതിയെ വിദ്വേഷിക്കുന്നവരോ ആയ അന്യമതസ്ഥർക്ക് കഴിഞ്ഞ 2 വർഷമായി കൊടുത്തത് യുക്തിക്ക് നിരക്കാത്തതും അക്ഷന്തവ്യമായ തെറ്റുമാണ്. ഇതിനും പുറമെ ചെന്നൈ IITയിൽ മുസ്ലിം മലയാളി പെൺകുട്ടി ആത്മഹത്യ ചെയ്തതിനെ തുടർന്ന് ജാതി ഹിന്ദുക്കളെയും ബ്രാഹ്മണരെയും ഉന്നം വെച്ച് സംഘടിപ്പിക്കപ്പെട്ട ആന്റി ഹിന്ദു യോഗത്തിൽ GNSS തമിഴ്നാടിനു വേണ്ടി പങ്കെടുത്ത ജനറൽ സെക്രട്ടറി V ശിവശങ്കരന്റെ പ്രവൃത്തിയും ഏറ്റവും അപലനീയമാണ്. ചെന്നൈയിലെ നായന്മാരുടെ പക്കൽ നിന്നും കേരള CM ഫ്ലഡ് റിലീഫ് ഫണ്ടെന്ന് പറഞ്ഞു പിരിച്ച 18 ലക്ഷം രൂപയിൽ 5 ലക്ഷം രൂപ മാത്രമാണ് GNSS തമിഴ്നാടിന്റെ കണക്കുകൾ പ്രകാരം ലക്ഷ്യസ്ഥാനത്ത് ചെന്നു ചേർന്നത്. ഈ ലക്ഷ്യസ്ഥാനം ഏതെന്ന് അംഗങ്ങൾ ഊഹിച്ചു മനസ്സിലാക്കിക്കൊള്ളണം. ബാക്കി 13 ലക്ഷം രൂപ ആർക്ക് കൊടുത്തെന്നോ എങ്ങനെ കൊടുത്തുവെന്നോ തമിഴ്നാട് GNSS ഭാരവാഹികൾ രേഖകൾ ഹാജരാക്കി അംഗങ്ങളെ ഇനിയും ബോധ്യപ്പെടുത്തിയിട്ടില്ല. ചെന്നൈയിലെ സമ്പന്നരായ നായന്മാരുടെ മാത്രം നിയന്ത്രണത്തിലിരിക്കുന്ന GNSS തമിഴ്നാട് പണക്കാരല്ലാത്ത സാധാരണ നായന്മാരുടെ പൊതുമുതൽ കവർന്നെടുക്കുകയോ അങ്ങനെ ആലോചിക്കാൻ പോലും ആവുന്നില്ല. ചുരുക്കത്തിൽ നായർ സമുദായ താൽപ്പര്യങ്ങൾക്കും നായന്മാരുടെ മത താൽപ്പര്യങ്ങൾക്കും അന്യമായി വർത്തിക്കുന്ന ഇപ്പോഴുള്ള ഭരണസമിതിയിൽ നിന്നും തമിഴ്നാട് GNSSനെ രക്ഷിക്കേണ്ടത് അനിവാര്യമായി തീർന്നിരിക്കുന്നു. ഇനി നായർ സമുദായത്തെ മറന്നുകൊണ്ട് തമിഴ്നാട് GNSS സംഘടനാ പ്രവർത്തനം തുടരുന്ന പക്ഷം പാടി NSSലെ അംഗങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി പാടി NSSന്റെ GNSS ടീൻ അഫിലിയേറ്റ് പദവി റദ്ദാക്കുവാൻ ശ്രമിക്കുന്നതിന് മുൻകൈയെടുക്കുന്നതായിരിക്കും എന്ന മുന്നറിയിപ്പ് ഇരു സംഘടനകളിലെയും അംഗമെന്ന നിലയിൽ നൽകുന്നു. ജയ് ഹിന്ദ്.